ഹലോ, എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മൾ ക്രീം ബണ്ണാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു ബണ്ണും അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ക്രീമും ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള മാവ് കുഴച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് നേരിയ ചൂടുള്ള 150 മില്ലി പാലെടുക്കാം. ഈ പാലിൻ്റെ ചൂട് കൂടി പോകാനും പാടില്ല, തീരെ കുറഞ്ഞു പോകാനും പാടില്ല. ഇനി ഒരു മുട്ട, ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ്, നെയ്ക്ക് പകരം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഉപയോഗിച്ചാലും മതി. 1 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇവിടെ 2.5 കപ്പ്, അതായത് 325 ഗ്രാം മൈദയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു സ്പാച്ചുലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്ക്രേപ്പറോ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ കൈ കൊണ്ട് കുഴച്ചാൽ ഈ മാവക്ക് കയ്യിലേക്ക് വല്ലാണ്ടങ്ങ് ഒട്ടിപ്പിടിക്കും. എല്ലാം നന്നായിട്ട് യോജിച്ചാൽ നമുക്ക് കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് ഒരു ബോൾ പോലെ ആക്കി എടുക്കാം. ഇനി ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്ക് സർഫസിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. കുറഞ്ഞത് ഒരു 15 മിനിറ്റ് വരെ മാവ് കുഴച്ചെടുക്കണം. നമ്മൾ കുഴയ്ക്കാൻ തുടങ്ങി അല്പം കഴിയുമ്പോഴേക്കും മാവ് കുറച്ച് ഒട്ടലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എങ്കിലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിലേക്ക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ കൂടുതലായിട്ട് പൊടി ചേർത്ത് കൊടുത്താലും ആ പൊടി അതിലേക്ക് അങ്ങ് അബ്സോർബ് ആയി പോവുകയുള്ളൂ. ഇതുപോലെ തന്നെ കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ വലിയ ഒട്ടലൊക്കെ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഏറ്റവും അവസാനം ആകുമ്പോൾ ഇതുപോലെ ഒന്ന് സ്ലാപ്പ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മാവ് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റിലാക്സ് ആകാനായിട്ട് മൂടി വയ്ക്കുക. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മാവ് ഒട്ടും ഒട്ടലില്ലാത്തൊരു മാവാണ്. പിന്നെ അതിന് ആ പ്രതലത്തിൽ തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു ചെറിയ ടെൻഡൻസി ഉണ്ട്. ഇനി ഈ മാവൊന്ന് വലിച്ചു നോക്കിയാൽ പൊട്ടിപ്പോകാത്ത ഒരു തിൻ ഷീറ്റായിട്ട് നമുക്ക് വലിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാകം വരെ എത്തിയാൽ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ബ്രെഡും ബണ്ണും ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഒരേ വലിപ്പത്തിലുള്ള 10 കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഓരോന്നും ഏകദേശം 58 ഗ്രാം വീതം വരുന്ന പീസസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, ഒരേ വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുമ്പോൾ. ഇനി ഓരോ പീസും ഇതുപോലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ബോൾ ആക്കി എടുക്കണം. ഇനി ഇത് ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യാം. സാധാരണ ബട്ടർ പേപ്പർ അല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ബ്രെഡും ബണ്ണും ഒക്കെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബേക്കിംഗ് ഷീറ്റ് മേടിക്കാൻ കിട്ടും. അത് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ മാവിലേക്ക് വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. ഈ മാവൊന്നും ഡ്രൈ ആയി പോയിരിക്കാനായിട്ട് നമ്മളിത് കവർ ചെയ്ത് വെക്കാൻ വേണം. അപ്പോൾ ഷീറ്റിലും കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നത് നല്ലതാണ്, മാവിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി ആദ്യം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ബോൾ എടുക്കുക. എന്നിട്ട് ഈ പ്രതലത്തിൽ ഒരല്പം പൊടിയൊന്ന് തൂവി കൊടുക്കുക. ഈ ബോൾ ഇതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ വശങ്ങൾ ഒന്ന് അമർത്തി കനം കുറച്ചൊന്ന് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഈ ഭാഗത്തെത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ അമർത്തി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടി ഒന്നുകൂടെ സ്മൂത്ത് ആക്കിയ ശേഷം നമ്മൾ പിൻ ചെയ്ത ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ ബേക്കിംഗ് ട്രേയിലേക്ക് വീണ്ടും വെക്കുക. ഇതുപോലെ മുഴുവൻ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമ്മളിത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കുന്നത്. ഏകദേശം 1.25 മണിക്കൂറാണ് നമ്മളിതിങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമയമായിട്ടുണ്ട്. മാവ് ഒന്നുകൂടി വീർത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ആ കുഴിവ് അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നികന്ന് വരാതെ ആ കുഴിവ് അവിടെ തന്നെ കാണാൻ പറ്റും. അപ്പം നമ്മുടെ മാവ് ഇവിടെ പാകത്തിൽ ഫെർമെൻ്റ് ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 190 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 18 തൊട്ട് 20 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ട സമയം.
സ്റ്റൗ ടോപ്പിൽ ബ്രെഡും ബണ്ണും ഒക്കെ എങ്ങനെ ബേക്ക് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിൽ നമുക്കിത് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 18 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തത്. നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് മുകളിൽ. പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇനി ഇതിലേക്ക് നിറയ്ക്കാനുള്ള ബട്ടർ ക്രീം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള 75 ഗ്രാം ബട്ടർ എടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതായത് അരക്കപ്പിലും താഴെയാണ് ബട്ടർ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തൊന്ന് ലൂസാക്കി എടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇലക്ട്രിക് ബീറ്റർ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ ഉപയോഗിച്ചാൽ മതി. ഒരു മിനിറ്റോളം ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്ത പഞ്ചസാര 75 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഏകദേശം 7 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരല്പം ഏലക്കപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണിലും താഴെ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരല്പം വാനില എസൻസും കൂടി, അതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ സ്പാച്ചുല ഉപയോഗിച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒരു 2 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വെള്ള കളറിൽ ഈ ക്രീമായി കിട്ടും. അപ്പോൾ ഇത് നല്ല ക്രീമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബണ്ണ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട്, ഒരു സെറേറ്റഡ് നൈഫ് എന്നാണ് ഇങ്ങനെയുള്ള നൈഫിനെ പറയുക, അത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നടുവിൽ ഇതുപോലെ മുറിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ബട്ടർ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. മുഴുവനും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ബൺ വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ ഫില്ലിങ് കൂടെ വന്നു കഴിയുമ്പോൾ നല്ല രുചിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അതുപോലെ ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതൊരു നന്ദി, നമസ്കാരം.